ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം തയ്യാറാക്കാം. വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കുട്ടിയപ്പവും തേങ്ങാപ്പാലും. എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ? നമ്മുടെ വീട്ടിൽ മക്കൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതിന് ഞാൻ എടുത്തത് ഇതേപോലൊരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരിയാണ്. അതൊരു 6-7 മണിക്കൂർ കുതിർത്തിട്ട് ഇതുപോലെ അരയ്ക്കാനായിട്ട് വെച്ചു. വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ അരച്ചെടുക്കാം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ പിന്നെ വേണ്ടത് നമ്മൾ 2 ഗ്ലാസ് അരി അളന്ന അതേ ഗ്ലാസ്സിന് ഞാൻ 1 ഗ്ലാസ് നിറച്ചെടുത്തില്ല, നിറയാറായി 3/4 ഗ്ലാസോളം ചോറും എടുത്ത് തേങ്ങയുമാണ്. തേങ്ങ ഒരു കൃത്യ അളവിൽ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റിയാണ്. അതും കൂടെ ചേർത്ത് അത് നന്നായിട്ട് അരച്ച് നമ്മൾ ആദ്യം അരച്ച മാവിനോടൊപ്പം ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട, കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുമ്പോൾ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടും. അത് നല്ല ടേസ്റ്റി ആയിട്ട് വരികയും ചെയ്യും. അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ ഇളക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്കത് മാവ് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എനിക്കൊരു 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് ഇതേപോലെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിരിപ്പുണ്ടായിരുന്നു. അതിന് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഈ ഘട്ടത്തിലേ ഞാൻ ഉപ്പ് ചേർത്തോളൂ, നേരത്തെ ഞാൻ ഉപ്പ് ചേർത്ത് വെക്കാറില്ല സാധാരണ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്തത്. ഉപ്പ് ചേർത്ത് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർക്കുമ്പോൾ മാത്രമേ അപ്പം കുറച്ച് പൊന്തി വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ സോഡാപ്പൊടിയോടെ ചേർക്കുമ്പോൾ അതൊന്ന് പൊന്തി വരും. മാവൊന്ന് പൊങ്ങി വരും. അതായത് അപ്പം ചുടുമ്പോൾ അപ്പത്തിൻ്റെ മധ്യഭാഗം ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അത് ചേർത്തിട്ട് ഞാൻ കുറച്ച് ആ മാവിൽ നിന്ന് കുറച്ച് വേറൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത്. കുറച്ചാണ് ഞാൻ എടുത്ത് മാറ്റിയത്. നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം മാറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ തേക്കുകയാണ് ചെയ്തത്. നമ്മൾ ദോശയ്ക്കൊക്കെ എണ്ണ തടവുന്നത് പോലെ തടവിയിട്ട് കുറച്ച് മാവ്, അതായത് ആ കുഴിയുടെ കുഴിയോളം മാവ് ഒഴിച്ചിട്ട് ആ സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പതുക്കി കൊടുക്കുക. എല്ലാ കുഴികളിലേക്കും ഒഴിച്ചിട്ട് ഒന്ന് പതുക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് അപ്പത്തിൻ്റെ ഷേപ്പിൽ എല്ലാ ഭാഗത്തും വരും. കാരണം ഇതൊരു വെറൈറ്റി അപ്പമായിട്ട് കുട്ടികളുടെ മുന്നിലെത്തുമ്പോൾ കുട്ടികൾക്കത് ഭയങ്കര കൗതുകവും ടേസ്റ്റി ആയിട്ട് തോന്നും അവർക്ക്. പക്ഷെ സംഭവം ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അത്ര സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇനി അതിനെ 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അപ്പം ഇതുപോലെ അരികെല്ലാം നന്നായി മൊരിഞ്ഞ് നല്ല റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും. ഇത് നമുക്ക് ഒരു പാടുമില്ല, അതിന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി മാറ്റാവുന്നതേ ഉള്ളൂ. എല്ലാം ഇളക്കി മാറ്റിയിട്ട് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം മാവ് എടുത്തിട്ട് ഇതുപോലെ കുട്ടി അപ്പം നമുക്ക് ചുട്ടെടുക്കാം. ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അവർ കഴിക്കുന്നതറിയില്ല. ഓരോന്ന് വന്ന് പെറുക്കിക്കൊണ്ട് പോകും. അങ്ങനെ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അതുപോലെ തന്നെ അവർക്ക് ടിഫിൻ ബോക്സ് കൊടുത്തു വിടുമ്പോഴും ഇതിങ്ങനെ കുട്ടി അപ്പമായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു കൗതുകമാണ്, കഴിക്കാനൊരു കൗതുകമാണ്. അവരത് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടി അപ്പം ഇങ്ങനെ തയ്യാറാക്കാൻ പറഞ്ഞത്. നമ്മളൊന്ന് അല്പം മെനക്കെട്ടാൽ മതി. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര മെനക്കെടാനും തയ്യാറാണല്ലോ. മുതിർന്നവർക്ക് കൊടുക്കുമ്പോഴല്ലേ ഇതൊക്കെ അവർക്കൊരു മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ. കുട്ടികൾക്ക് ഏത് രീതിയിൽ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്, പുതിയ രീതികളാകുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കാം. നോക്കൂ, ഇതുപോലെ തന്നെ റെഡി നല്ല രീതിക്ക് വരും. പിന്നെ ഇതിനോടൊപ്പം കോമ്പിനേഷനായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങാ ചട്നി ആവാം. കുട്ടികൾക്ക് എന്താ കറിയെന്ന് വെച്ചാൽ അത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കി. ഇന്നത്തേക്ക് മൊത്തം വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും, എൻ്റെ മോനും, നമ്മളിവിടെ 3 അംഗങ്ങളേ ഉള്ളൂ. നമുക്ക് 3 പേർക്ക് ഞാൻ ഇന്ന് കുട്ടിയപ്പം തന്നെ തയ്യാറാക്കിയത്. അത് കുറച്ച് നേരം നിന്ന് ചുടേണ്ടി വന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ ചുട്ടെടുത്തു. പിന്നെ ഇതിൽ ഞാൻ ഇന്ന് കോമ്പിനേഷനായിട്ട് എടുത്തത് നല്ല തേങ്ങാപ്പാലാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് തേങ്ങാപ്പാൽ എടുത്തിട്ട് കട്ടി തേങ്ങാപ്പാൽ എടുക്കുക. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുക. ആ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഉപ്പ് ആദ്യമേ മിക്സാക്കുക. ഉപ്പ് കൂടുതലരുത്, കുറച്ച്. പിന്നെ മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലിനൊരു പ്രത്യേകിച്ച് നല്ല മണം കിട്ടും, നല്ല ടേസ്റ്റിയാണ്.
ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാവുക. ഈ തേങ്ങാപ്പാലും കുട്ടിയപ്പവും ആകുമ്പം ഈ തേങ്ങാപ്പാലിൽ മുക്കി അവർ ഓരോരോ കുട്ടിയപ്പം എടുത്ത് കഴിക്കും. കാരണം അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കാം. കാരണം തേങ്ങാപ്പാൽ ഈ രീതിയിൽ തയ്യാറാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. മുതിർന്നവർക്ക് നമുക്ക് തേങ്ങാ ചട്നി തയ്യാറാക്കാം. അതോടൊപ്പം ഇതൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടിയപ്പവും കറിയും റെഡിയാവും. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണേ. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഒരു പ്രാവശ്യം വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ കുട്ടിയപ്പവും തേങ്ങാപ്പാലും ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കും. അവർക്ക് ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.